ഏറ്റവും ഇല്ലേ ഫീലിങ്ങിലുള്ള ഞാൻ എന്തറിയോ, ഞാനൊരു വീഡിയോ ആക്കും വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ആ വീഡിയോ ഇപ്പല്ല ഭാവിയിലാക്കാം എന്ന് വിചാരിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ് ഈ വീഡിയോ. എന്തറിയോ, എൻ്റെ ഉമ്മാൻ്റെ കാക്കാൻ്റെ മോൻ. ഓക്കെ, അത് വേറെ വിഷയം. ഫാമിലി ആയിട്ട് പറയും, ജനങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ പറയുന്ന വിഷയം. എൻ്റെ ഉമ്മാൻ്റെ ഒരു തറവാടുണ്ട്, സാന്തിയോട് തറവാട്. ആ തറവാടില്ലേ അന്തായിച്ചാമത്തെ ഒരാളുണ്ട്. അയാളെ പറ്റി ഞാൻ വീഡിയോ ആക്കാൻ വിചാരിച്ചത് അത്രയും ബന്ധമുള്ളത്, എന്തറിയും ഭയങ്കര ക്ലോസ്, അയാളായിട്ട് ഭയങ്കര ഫ്രണ്ട്ഷിപ്പ്. അയാൾ എന്തെന്ന് അറിയണമെങ്കിലേ എന്നോടല്ല ചോദിക്കണ്ടേ, ഞങ്ങളുടെ നാട്ടിലെ ജനങ്ങളോട് ചോദിക്കണം. ഭയങ്കര തമാശക്കാരന്. ചെറിയ പ്രായം മുതലില്ലേ വലിയ ആൾക്കാർ വരെ വന്ന്, അയാൾ വലിയ ആളാ, അങ്ങനെ ബന്ധമുള്ള ആൾക്കാരാണ്. എന്നോടല്ല ഭയങ്കര ഫ്രണ്ട്ഷിപ്പ്, എന്നാട് ചെറിയുള്ളവർ അവരും ഫ്രണ്ട്ഷിപ്പാണ്. തമാശ പറയും, കാര്യങ്ങൾ പറയും. പിന്നെ അല്ലേ അതല്ല വേറെ മാറ്റർ. ഞാനും അയാളൊരു ഫാമിലിയാണ്. അപ്പം നമുക്ക് ഫാമിലി ആരെങ്കിലും ബന്ധങ്ങൾ ആരെങ്കിലും ചോദിക്കണമെങ്കിൽ അയാളോട് ചോദിച്ചില്ല, അയാൾ ബന്ധങ്ങൾ പറഞ്ഞുതരും, അങ്ങനെ ഇങ്ങനെ അതിത്. പിന്നെ എന്നോടില്ല ഭയങ്കര ക്ലോസാണ്. ഇപ്പോൾ എന്തൊരു കഥ, ഇപ്പോൾ ഒരു ആ നാട്ടിൽ, ഞങ്ങളുടെ നാട്ടിൽ അമ്പലം, പള്ളി, പിന്നെ ഷെട്ടികൾ കൂടുതലാണ്, പിന്നെ ക്രിസ്ത്യാനികൾ കൂടുതലാണ്. എന്തൊരു കഥ, ഒരു അമ്പലത്തിനെ പറ്റിയിട്ട് എന്താ വെച്ചാൽ നീക്ക് നിങ്ങൾ പറയാൻ പറ്റും. ആ അമ്പലത്തിനെ പറ്റിയുള്ള കഥകൾ അയാൾ ഞമ്മക്ക് പറഞ്ഞുതരും. ഇത് പണ്ട് അടരി ഉത്സവം നടക്കുന്ന ആ കഥ അയാൾ പറഞ്ഞുതരും. തമാശക്കാരന് ഭയങ്കര കാര്യങ്ങളായിട്ട് പറഞ്ഞുതരും. ഒരു പള്ളിൻ്റെ ഒരു കഥ ഇങ്ങനെ ചോദിക്കുമ്പോൾ ആ പള്ളിൻ്റെ കഥ ഇങ്ങനെ പറഞ്ഞുതരും. ഇങ്ങനെ സംഭവം പണ്ട് അങ്ങനെ ആയിരുന്നു, പണ്ട് ഇങ്ങനെ ആയിരുന്നു, ആ ഒരു കഥ പറഞ്ഞുതരും. ഞങ്ങളുടെ ഫാമിലിൻ്റെ അതായത് ഞമ്മക്ക് ഇങ്ങനെ ഫാമിലിയാന്ന്, ആ ഫാമിലിൻ്റെ കറക്റ്റ് പറഞ്ഞുതരും. ഫാമിലി എന്താണ്, കുടുംബം എന്താണ്, എന്താണ് ബന്ധങ്ങൾ, ഇങ്ങനെ പറഞ്ഞു തരുന്ന ഒരാളാണ് ഈ അന്തായിച്ച. ഈ അന്തായിച്ചൻ്റെ ഇപ്രാവശ്യം ഞാനില്ല ലീവിന് പോയിട്ടാകുമ്പോൾ ഞാൻ കുറേ സംസാരിച്ചിന് എല്ലാ കാര്യങ്ങളും. ഞാൻ ഭയങ്കര തമാശ ഇങ്ങനെ കാര്യങ്ങൾ പറയുന്ന ഒരാളാണ്. അയാൾ പറയുമ്പോൾ അയാൾ ഇങ്ങനെ പറഞ്ഞു തരും. തമാശയുള്ള ഗൗരവങ്ങളെല്ലാം പറഞ്ഞ് ഇങ്ങനെ തരും. അപ്പോൾ ഞാൻ അയാളോട് ഇങ്ങനെ വീഡിയോ ആക്കി ചോദിക്കും, എനിക്ക് വലുതായി എന്താ ആഗ്രഹം, അതെല്ലാം ഇങ്ങനെ ചോദിക്കുന്നില്ല. അയാൾ ആ ഒരു തമാശ രീതിയിലുള്ള കുറേ വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടില്ല. പിന്നെ അയാൾ ഇങ്ങനെ മരിക്കും, അയാളിങ്ങനെ ആവും എന്ന് ഒരിക്കലും വിചാരിച്ചില്ല. അയാൾ നമ്മളെ വിട്ടുപോയി. ഞങ്ങളുടെ നാട് മൊത്തം ഇല്ലേ കണ്ണീരാ, സത്യമായിട്ടും. അയാള് ഒരാളെ പറ്റിയിട്ട് ഒരു കുറ്റമോ അങ്ങനെ എന്താ പറയുക, തമാശ, എന്തും തമാശ. അത് സീരിയസ് കാര്യമാകും തമാശ, ഒരു തമാശ, എല്ലാം തമാശ ആയിട്ടാണ്. ഇങ്ങനത്തെ ഒരു മനുഷ്യനില്ലേ എൻ്റെ ഫാമിലി ഞാൻ കണ്ടിട്ടില്ല. എൻ്റെ ഉമ്മാൻ്റെ ഫാമിലിയിലെ ഏറ്റവും ഒരു ചെറിയ വയസ്സിൽ മരണപ്പെട്ടു പോയ ഒരാളാണ് എൻ്റെ ഉമ്മ അടക്കം, എൻ്റെ ഫാമിലി അടക്കം എന്ന് ചിന്തിച്ചിട്ട് പോന്നു. എന്തെന്നൊന്നും മനസ്സിലായി, പെട്ടെന്നുള്ള ഒരു മരണം. നിങ്ങൾക്ക് ഞാൻ പറയുമ്പോൾ എന്തിങ്ങനെ, പക്ഷെ അത് പറയാതിരിക്കാൻ വയ്യ. പിന്നില്ലേ എൻ്റെ ഫാമിലി എന്തെന്ന് പറഞ്ഞെങ്കിൽ അയാൾ മരിച്ചപ്പോഴാണ് അറിഞ്ഞത്. എല്ലാ ഗ്രൂപ്പിലും അറിയാത്ത ഒരു എൻ്റെ ഫാമിലി എന്നത്തെ അറിയാത്ത ഗ്രൂപ്പിൽ പോലും ഇല്ലേ അയാളെ ഫോട്ടോ, അയാളെ മരണ വാർത്തയും ഇങ്ങനെ വരുമ്പോൾ ഇല്ലേ എൻ്റെ ഫാമിലിനെ പറ്റിയിട്ട് അറിഞ്ഞത്. എൻ്റെ കുടുംബം, എൻ്റെ ഉമ്മാൻ്റെ കുടുംബം എന്ത് പവർഫുൾ കുടുംബം എന്നറിഞ്ഞില്ലേ ഇന്ന്. അത് അയാൾ മരണപ്പെട്ടതിന് ശേഷം അയാൾ എന്തെന്ന് അറിഞ്ഞില്ലേ. ഇപ്പോൾ നാട്ടിലേക്ക് ഞാൻ ആരൊക്കെ പിടിച്ചിട്ടാകുമ്പോല്ലേ ഒരു എന്താ പറയുന്നത്, പറയാനൊരു വാക്കില്ല. ഇപ്പൊ എന്ത് പറയണത് പോലെ എനിക്കറിയാലോ. അയാളെ പറ്റിയുള്ള വീഡിയോ, അയാളെ തമാശ കളിച്ച വീഡിയോ എൻ്റെ കയ്യിലുണ്ട്. ഇനി ഞാൻ പോസ്റ്റ് ചെയ്യില്ല, ചെയ്ത പോസ്റ്റ് ഇപ്പോഴും എൻ്റെ ഇൻസ്റ്റാഗ്രാമിലുണ്ട്. ഇതുപോലത്തെ ഒരു മനുഷ്യൻ അല്ല, ഇത് മരിച്ചതിന് ശേഷം ഞാൻ പറയുന്നല്ല, അത് അയാളൊരു സംഭവമാണ്. അയാളെ പറ്റി പറയാൻ കുറേ കഥകളുണ്ട്. എന്ത് പറയണോ, എങ്ങനെ പറയണോ ഒന്നും എനിക്കറിഞ്ഞൂടാ. അന്തായിച്ച സാന്തിയോട് അയാളില്ല, സാന്തിയോട് കുടുംബത്തിന് വേണ്ടിയിട്ടില്ലേ, പേരും പ്രശസ്തിക്കും വേണ്ടിയിട്ടില്ലേ ത്യാഗം ചെയ്ത ആളാണ്. ഒരു കുടുംബത്തിന് വേണ്ടിയിട്ട് ഇന്ന് വരെ എന്നോടോ എൻ്റെ ഞങ്ങളെ കുടുംബത്തോടോ ഒരു ദ്രോഹമോ ഒന്നും ചെയ്തിട്ടില്ല. എല്ലാം തമാശയായിട്ട് കാണും. എന്ത് സീരിയസ് ആയെങ്കിലും തമാശയായിട്ട് കാണുന്ന ആളാണ് അന്തായിച്ച. പറയാൻ കുറേ വാക്കുകളുണ്ട്, എങ്ങനെ പറയണമെന്ന് എനിക്കറിയില്ല. പക്ഷെ അയാളെ പറ്റി ഞാൻ പറഞ്ഞില്ലെങ്കിൽ ഞാൻ എന്തും അല്ലാതായിപ്പോ. അതുകൊണ്ട് ഞാൻ ഈ വാക്ക് പറഞ്ഞത്. എനിക്ക് എങ്ങനെ പറയണമെന്നറിയില്ല, എന്ത് പറയണമെന്നറിയില്ല.